ഹലോ നമസ്കാരം. സന്തോഷ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ നിലവിൽ വരികയും കേന്ദ്ര സർക്കാർ, കോൺഗ്രസിൻ്റെ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുകയും തുടർച്ചയായി വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ 14-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും 15-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും വിജയിച്ച് LDFൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ പേര് BJPയുടെ NDAയുടെ കേന്ദ്ര സർക്കാരിൽ നിന്നും പുനർനാമകരണം ചെയ്ത് കേരള എന്ന പേർ കേരളം എന്നാക്കി സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയും മലയാളമാക്കി. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം നിലനിന്നിരുന്ന പഞ്ചായത്തുകൾ UDF കൈയടക്കുകയും 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 600 രൂപ പെൻഷൻ മുടങ്ങിയിരുന്നത് ഇടതുപക്ഷ സർക്കാർ 2000 രൂപയായി വർദ്ധിപ്പിച്ച് ദുരന്തബാധിത സന്ദർഭങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ, സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണിതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിടവാങ്ങൽ ഇടതുപക്ഷ നേതാക്കൾക്ക് വിടവ് നികത്തി LDFൻ്റെ ഭരണ തുടർച്ച നേടുവാൻ കഴിയുമോ? ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷം തുടർച്ചയായി വരുന്ന 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ പോരായ്മകൾ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ടീം UDFനെ, പ്രതിപക്ഷ നേതാവിൻ്റെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFനെ വിജയം നേടി LDFനെ തകർക്കാൻ കഴിയുമോ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ലോകത്തെ ഏറ്റവും വലിയ നേതാവായി, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ലോകത്തെ 4ാമത്തെ രാജ്യമാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുകയും കേരളത്തിൽ നിന്നും ആദ്യമായി തൃശ്ശൂരിൽ നിന്നും ഒരു MPയെ പാർലമെൻറ്റിലെത്തിക്കുകയും ടൂറിസം മന്ത്രിയായി. കേരളത്തിലെ തിരുവനന്തപുരം സംസ്ഥാനം കോർപ്പറേഷൻ ഭരണം ചരിത്രത്തിലാദ്യമായി BJP പിടിച്ചെടുക്കുകയും കേരള സംസ്ഥാനത്ത് BJPയുടെ MLAമാർക്കായി സഹവകുപ്പ് മന്ത്രിയായ ജോർജ് കുര്യനും മത്സരരംഗത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏപ്രിൽ 4-ാം തീയതി കേരളത്തിലെത്തുന്നു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.